ഓണം സുഭിക്ഷമായി പോയതിന് പിന്നിൽ സഹകരണ മേഖലയുടെ പങ്ക് പ്രധാനമെന്ന് മന്ത്രി വി എൻ വാസവൻ. 500-ൽ പരം വിലയുണ്ടായിരുന്ന വെളിച്ചെണ്ണ കുറഞ്ഞ വിലയ്ക്ക് സഹകരണ മേഖലയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞതായും മന്ത്രി. സഹകരണ അംഗ സമാശ്വാസ പദ്ധതിയുടെ സഹായ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷം പരാതിരഹിതമായി ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കുന്നതിൽ സഹകരണ മേഖല പ്രധാന പങ്കുവഹിച്ചെന്ന് മന്ത്രി വി എൻ വാസവൻ. സംസ്ഥാനത്തെ 1800 സഹകരണ സംഘങ്ങൾ വഴി ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വിപണിയിൽ സജീവമായി ഇടപെടാൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞു. സഹകരണ അംഗ സമാശ്വാസ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൺസ്യൂമർ ഫെഡിനോട് അങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ട് അവരാണ് സപ്ലൈകോയ്ക്കും കൊടുത്തത്. അപ്പൊ സപ്ലൈകോയിലും അതുപോലെ കൺസ്യൂമർ ഫെഡിലും വെളിച്ചെണ്ണ മുഴുവൻ ഉത്പാദിപ്പിച്ച് നൽകിയത് നമ്മുടെ സഹകരണ സംഘങ്ങളാണ്. അതുകൊണ്ടാണ് ഈ 1500 രൂപ വിലയുള്ള വെളിച്ചെണ്ണ നമുക്ക് 339 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്. ആന്ധ്ര ജയരി 33 രൂപയ്ക്ക് കൊടുത്തു, കുത്തരി 33 രൂപയ്ക്ക് കൊടുത്തു, പച്ചരി പഞ്ചസാര 35 രൂപ 34.80 കൊടുത്തു 35 രൂപ വരെ വരുന്നു. ഈ കുറഞ്ഞ വിലയ്ക്കെല്ലാം ഇത് മനസ്സിലാക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ഈ മൊത്തം വിലയ്ക്ക് പണം കൊടുക്കും. അതിൽ നിന്ന് ഗവൺമെന്റ് നമുക്ക് സാധാരണക്കാർക്ക് സബ്സിഡിയായി തരുന്ന തുകയാണ് നമുക്ക് ഈ കുറഞ്ഞു കിട്ടുന്നത്. ജില്ലയിൽ 43 പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ 162 അംഗങ്ങൾക്കായി 36.60 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ 7ാം ഘട്ട ധനസഹായമായി വിതരണം ചെയ്തത്. കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ KM രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.